ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചക്ക വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നന്നായി പഴുത്ത കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. പഴഞ്ചക്ക എന്നൊക്കെ പറയും, ആ ഒരു ഐറ്റമാണിത്. വരിക്കച്ചക്കയിലും ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു പഴഞ്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക എന്നൊക്കെ പറയുന്നത് എല്ലാവരും അങ്ങനെ കഴിച്ചോളണം എന്നില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതിയോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 10-30 ചോളം എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു ചക്ക നല്ല പോലെ അരച്ചതിന് ശേഷം അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ആദ്യത്തെ ട്രിപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ജാറിൽ കൊള്ളുന്നില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ആദ്യം ഒരു 2 കപ്പ് അവൽ ഇട്ട് കൊടുത്തു. ഇത് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഒരുപാട് അവൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പൊടിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ഒരു ജാറിൻ്റെ 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ആദ്യം പൊടിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ കപ്പ് ഇതുപോലെ അവലിട്ട് കൊടുത്തിട്ട് അതും പൊടിച്ചതും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 കപ്പ് അവലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു ചക്ക മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു അവലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഈ ഒരു ചക്ക മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് അരയാതെ വന്നപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മിക്സ് ഇപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് കടായിൽ പറ്റിപ്പിടിക്കാതെ ഇതുപോലെ നന്നായിട്ട് ഇളകി കിട്ടും. ഇങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുള്ള സമയത്താണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് ചൂടല്ല, കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് ഷേപ്പിലും അതുപോലെ തന്നെ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് വലിപ്പമില്ലാതെ ഈ ഒരു വലിപ്പത്തിലാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതേപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മാവിൽ നമുക്ക് ഇനി മധുരം ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത് പ്ലെയിൻ ആയിട്ട് ഇരുന്നാൽ മതി. കാരണം ഇത് നൈസ് ആയിട്ടുള്ള ഒരു പാട പോലെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ ഒരു മാവിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ കോരി ഇട്ട് കൊടുക്കാവുന്നതാണ് ചൂടായ എണ്ണയിലേക്ക്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇടണം. എന്നാലേ നമുക്ക് നല്ലപോലെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കുകയും ആ ഒരു മൈദാമാവിൻ്റെ കോട്ടിങ് വിട്ടുപോവുകയും ചെയ്യും. ഇതുപോലെ ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ കുഴഞ്ചക്കയോ അല്ലാന്നുണ്ടെങ്കിൽ വരിക്കച്ചക്കയോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളും വലിയവരൊക്കെ മത്സരിച്ച് കഴിക്കും. അത്രയും ടേസ്റ്റാണ്.
ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.